Dear students, today we can discuss the details of supply. ഇതുവരെ നമ്മൾ പറഞ്ഞത് ഡിമാൻഡും അതിൻ്റെ ഡീറ്റെയിൽസ് ആയിരുന്നു. ഇനി നമുക്കത് പറയാനുള്ളത് സപ്ലൈ എന്താണെന്നാണ്. ഓക്കെ, നിങ്ങൾ കേട്ടിട്ടുണ്ടാവും എന്താ സപ്ലൈ എന്ന്. ഓക്കെ, the term supply refers to the quantity of a goods or services that producer and willing and able to sell that during a certain period under a given set of conditions. Okay, and the factors that must be specified include the price of the goods in question, price of related goods, and current state of the technology level and input prices and weather and so on. Okay, the amount of product that producers bring to the market and the supply of the product depends upon the other influence. ഓക്കെ, ഇപ്പം പറഞ്ഞാൽ എന്താ മനസ്സിലായത്? വാട്ട് ഇസ് സപ്ലൈ? എന്താ സപ്ലൈ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സപ്ലൈ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദ ക്വാണ്ടിറ്റി ഓഫ് എ കമ്മോഡിറ്റി ഫേം ഓർ പ്രൊഡ്യൂസർ ഈസ് വില്ലിംഗ് ടു സപ്ലൈ അറ്റ് എ ഗിവൺ പ്രൈസ് ഡ്യൂറിങ് എ ഗിവൺ പീരിയഡ് ഓഫ് ടൈം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സപ്ലൈ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഫേം ഒരു കാലയളവിൻ്റെ ഉള്ളിൽ എത്ര ഐറ്റം അല്ലെങ്കിൽ എത്ര പ്രൊഡക്റ്റ് എന്തെങ്കിലും മാർക്കറ്റിൽ എത്തിക്കുന്നുണ്ട്, സപ്ലൈ ചെയ്യുന്നുണ്ട് എന്നുള്ളത് പറയുന്നതാണ് എന്ത് നമ്മുടെ എക്കണോമിക്സിലുള്ള സപ്ലൈ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഓക്കെ, എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സോ സപ്ലൈ റെഫേഴ്സ് ടു ദ ക്വാണ്ടിറ്റി ഓഫ് എ കമ്മോഡിറ്റി വിച്ച് പ്രൊഡ്യൂസേഴ്സ് ഓർ സെല്ലേഴ്സ് ആർ വില്ലിംഗ് ടു പ്രൊഡ്യൂസ് ആൻഡ് ഓഫർ ഫോർ സെയിൽ അറ്റ് എ പെർട്ടിക്കുലർ പ്രൈസ്. ഓക്കെ, ഇൻ എ ഗിവൺ മാർക്കറ്റ് അറ്റ് എ പെർട്ടിക്കുലർ പീരിയഡ് ഓഫ് ടൈം. ഒരു കാലയളവിൻ്റെ ഉള്ളിൽ ഒരു ഫേം ഒരു ഇത്ര ക്യാഷിനല്ല ഇത്ര പ്രൈസിന് സാധനങ്ങൾ മാർക്കറ്റിൽ എത്തിക്കുന്നു എന്നതിന് പറയുന്നതാണ് നമ്മൾ എന്ത് പറയുന്നത് സപ്ലൈ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഓക്കെ, നിങ്ങൾക്ക് ക്ലിയർ ആണോ? Then there is a three important aspect of supply. There are supply is desired quantity, and supply is always explained with reference to their price, and supply as a flow variable. Okay, മൂന്ന് ആസ്പെക്റ്റ് ആണ് ഇതിനുള്ളത് നമ്മൾ സപ്ലൈക്കുള്ളതെന്ന് പറഞ്ഞിട്ട് ഡിസൈഡ് ക്വാണ്ടിറ്റി ആൻഡ് ഓൾവേസ് എക്സ്പ്ലെയിൻ വിത്ത് റെഫറൻസ് ടു പ്രൈസ് ആൻഡ് ദ ഫ്ലോ ഓഫ് വേരിയബിൾ. ഓക്കെ, സപ്ലൈ ക്ലിയർ ആണോ? സോ ദ സപ്ലൈ മീൻസ് സിമ്പിൾ ഡെഫിനേഷൻ ആക്കി നമുക്ക് പറയുകയാണെങ്കിൽ സപ്ലൈക്ക് എന്താണ് പറയാം? ഹൗ മച്ച് ഓഫ് ഗുഡ്സ് വിൽ ബി ഓഫേർഡ് ആൻഡ് സെയിൽ അറ്റ് എ ഗിവൺ ടൈം. ഒന്നുകൂടി പറയാം, ഹൗ മച്ച് ഓഫ് എ ഗുഡ് വിൽ ബി ഓഫേർഡ് ഫോർ സെയിൽ അറ്റ് എ ഗിവൺ ടൈം. ഒരു കാലയളവിനുള്ളിൽ ഒരു വസ്തു എത്ര വിൽക്കാൻ വെക്കുന്നു എന്നതിന് പറയുന്ന പേരാണ് എന്ത് സപ്ലൈ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. സിമ്പിളാക്കി പറയുന്നതാണ് ഹൗ മച്ച് ഓഫ് ഗുഡ്സ് വിൽ ബി ഓഫേർഡ് ഫോർ എ സെയിൽ അറ്റ് എ ഗിവൺ ടൈം. എത്ര ഐറ്റം ഗുഡ്സ് ഒരു ടൈമിൻ്റെ ഉള്ളിൽ വിൽക്കാൻ വെക്കുന്നു എന്നതിനെ കുറിച്ച് പഠിക്കുന്ന ഒരു കോൺസെപ്റ്റാണ് ഏത് സപ്ലൈ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഓക്കെ, so this supply is an actually quantity offered for sale in a given market and at a given price over a given period of time by a firm or producer. Okay, in short, supply is the quantity of goods which producers or sellers agree to sell in the market at a certain prices. Okay, then സപ്ലൈ രണ്ട് ടൈപ്സ് സപ്ലൈ ഉണ്ട്. ഇൻഡിവിജ്വൽ സപ്ലൈ ഉണ്ട്, മാർക്കറ്റ് സപ്ലൈ ഉണ്ട്. ഓക്കെ, ഇൻഡിവിജ്വൽ സപ്ലൈ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? ഇറ്റ് ഈസ് റെഫേഴ്സ് ടു ക്വാണ്ടിറ്റി ഓഫ് എ കമ്മോഡിറ്റി വിച്ച് എ ഫേം ഈസ് വില്ലിംഗ് ടു പ്രൊഡ്യൂസ് ആൻഡ് ഓഫർ ഫോർ സെയിൽ അറ്റ് എ പെർട്ടിക്കുലർ പ്രൈസ് ഡ്യൂറിങ് ദി സ്പെസിഫൈഡ് പീരിയഡ്. നമ്മൾ പറഞ്ഞിട്ടുണ്ട് എന്താണ് സപ്ലൈ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഗുഡ്സ് സാധനം മാർക്കറ്റിൽ സെയിൽസിന് വേണ്ടി വിൽക്കുന്ന ആ ഫേമിൻ്റെ ആ കോൺസെപ്റ്റിനെ നമ്മൾ എന്ത് പറഞ്ഞിട്ടുള്ളത് സപ്ലൈ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഓക്കെ, ഇൻഡിവിജ്വൽ സപ്ലൈ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? കമ്മോഡിറ്റി വിച്ച് എ ഫേം വില്ലിംഗ് ടു പ്രൊഡ്യൂസ്. ഒരു ഫേം അവരുടെ വസ്തുക്കൾ എന്ത് ചെയ്യുന്നതാണ് സപ്ലൈക്ക് വെക്കുന്നതിന് പറയുന്ന പേരാണ് അത് സെയിൽസിന് വെക്കുന്നതിന് പറയുന്നത് ഇൻഡിവിജ്വൽ സപ്ലൈ. ഓക്കെ, ഒരു ഫേം ആയിരിക്കും. ഓക്കെ, അല്ലാതെ മൊത്തത്തിലുള്ള ഫേം ആയിരിക്കില്ല. വൺ ഫേം അവരുടെ സാധനങ്ങൾ സപ്ലൈ ചെയ്യുന്നതിനാണ് പറയുന്ന പേര് എന്താണ് ഇൻഡിവിജ്വൽ സപ്ലൈ. മാർക്കറ്റിൽ പർട്ടിക്കുലർ പ്രൈസിന് ഒരു സ്പെസിഫൈഡ് പീരിയഡിന് സാധനങ്ങൾ മാർക്കറ്റിൽ ഒരു ഫേം വിൽക്കുക എന്ന് പറയുന്നതിനാണ് എന്ത് പറയുന്നത് ഇൻഡിവിജ്വൽ സപ്ലൈ എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? ദെൻ മാർക്കറ്റ് സപ്ലൈ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? ഇറ്റ് റെഫേഴ്സ് ടു ക്വാണ്ടിറ്റി ഓഫ് ദാറ്റ് ഓൾ ദ പ്രൊഡ്യൂസേഴ്സ് ആർ വില്ലിംഗ് ടു പ്രൊഡ്യൂസ് ആൻഡ് ഓഫർ ഫോർ എ സെയിൽ ആൻഡ് പെർട്ടിക്കുലർ പ്രൈസ് ഡ്യൂറിങ് എ സ്പെസിഫൈഡ് പീരിയഡ്. ഡെഫിനിഷനൊക്കെ സെയിം തന്നെയാണ്, അവിടെ ചെറിയൊരു വ്യത്യാസം ഉള്ളൂ. എന്താണ് ഇവിടെ ഫേമാണ് പറഞ്ഞിട്ടുള്ളെങ്കിൽ ഇവിടെ എന്താണ് പറയുന്നത് ഓൾ ദി പ്രൊഡ്യൂസേഴ്സ് എന്നാണ്. ഓക്കെ,
ആ മാർക്കറ്റിലുള്ള എല്ലാ പ്രൊഡ്യൂസേഴ്സും സാധനങ്ങൾ എന്ത് ചെയ്യുന്നത് സപ്ലൈ ചെയ്യുന്ന അല്ലെങ്കിൽ സാധനങ്ങൾ വിൽക്കാൻ വെക്കുന്ന ആ പ്രോസസ്സിനെ പറയുന്ന പേരാണ് എന്ത് മാർക്കറ്റ് സപ്ലൈ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഓക്കെ, ഇൻഡിവിജ്വൽ സപ്ലൈ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഫേം, മാർക്കറ്റ് സപ്ലൈ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാവരും. ഓക്കെ, സോ ഇറ്റ് ഈസ് ദ മാർക്കറ്റ് സപ്ലൈ എന്താണെന്ന് പറയുക, ഇറ്റ് ഈസ് സം ടോട്ടൽ ഓഫ് ദി ഇൻഡിവിജ്വൽ സപ്ലൈ. ഇൻഡിവിജ്വൽ സപ്ലൈയുടെ ടോട്ടൽ സപ്ലൈക്ക് പറയുന്ന പേരാണ് എന്ത് മാർക്കറ്റ് സപ്ലൈ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഓക്കെ, അതിൻ്റെ കർവ് ഒക്കെ അപ്വേർഡ് സ്ലോപ്പിംഗ് ആണ് സപ്ലൈ കർവിൻ്റെ കർവ് ഉണ്ടാവുക. സോ ദർ ഇസ് എ ഡിഫറൻസ് ബിറ്റ്വീൻ സ്റ്റോക്ക് ആൻഡ് സപ്ലൈ. ഓക്കെ, സപ്ലൈ ഡസ് നോട്ട് മീൻ ഫോർ സ്റ്റോക്ക്. ഓക്കെ, ആൻഡ് സപ്ലൈ ആൻഡ് സ്റ്റോക്ക് ആർ ടോട്ടലി ഡിഫറെൻറ്റ്. ഓക്കെ, സപ്ലൈയും സ്റ്റോക്കും പെട്ടെന്ന് കേൾക്കുമ്പോൾ ഒരുപോലെ ഉണ്ടെങ്കിലും അതെന്താണ് ടോട്ടലി ഡിഫറെൻ്റ് ആയിട്ടുള്ള കോൺസെപ്റ്റാണ്. ഓക്കെ, സ്റ്റോക്ക് ഈസ് ദ ടോട്ടൽ ഓഫ് ദ ക്വാണ്ടിറ്റി ഓഫ് കമ്മോഡിറ്റി ഹെൽഡ് ബൈ ദി സെല്ലർ. സ്റ്റോക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് മൊത്തം ഒരു ഫേം അല്ലെങ്കിൽ ഒരു സപ്ലയർ അല്ലെങ്കിൽ ഒരു സെല്ലർ മൊത്തം അയാളുടെ കയ്യിലിരിക്കുന്ന ഐറ്റത്തിനെ പറയുന്ന പേരാണ് എന്ത് പറയുന്നത് സ്റ്റോക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഓക്കെ, എന്നാൽ സപ്ലൈ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലോ സപ്ലൈ ഇസ് ദ പാർട്ട് ഓഫ് ദ സ്റ്റോക്ക് വിച്ച് ഇസ് ദ പ്രൊഡ്യൂസേഴ്സ് ആൻഡ് വില്ലിംഗ് ടു ബ്രിങ് ടു ദ മാർക്കറ്റ് ആൻഡ് ഓഫർ ഫോർ സെയിൽ അറ്റ് എ പെർട്ടിക്കുലർ പ്രൈസ്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സപ്ലൈ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പർട്ടിക്കുലർ മാർക്കറ്റിലെ പർട്ടിക്കുലർ പ്രൈസിന് സാധനങ്ങൾ വിൽക്കാൻ വെക്കുന്നതിന് പറയുന്നതാണ് എന്ത് സപ്ലൈ എന്നുള്ളത്. ഓക്കെ, സോ സപ്ലൈ ഇസ് ദ ക്വാണ്ടിറ്റി ആക്ച്വലി bought in the market for sale. Okay, so the supply is a part of stock and stock is a potential for supply. ഓക്കെ, എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ് സ്റ്റോക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നോട്ട് എ പാർട്ട് ഓഫ് സപ്ലൈ. സപ്ലൈയുടെ ഒരു പാർട്ടല്ല, ഡിഫറൻസ് ഇവിടെ കൊടുത്തിട്ടുണ്ട് രണ്ടും തമ്മിലുള്ള. സ്റ്റോക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സപ്ലൈൻ്റെ പാർട്ടല്ല, എന്നാൽ സപ്ലൈ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഡിപ്പെൻഡ്സ് അപ്പോൺ ദി സ്റ്റോക്കാണ്. ഓക്കെ, ഈ കോൺസെപ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കുക. ദർ ഇസ് എ ഡിഫറൻസ് ബിറ്റ്വീൻ സ്റ്റോക്ക് ആൻഡ് സപ്ലൈ. There is no supply and stock are not same, it is totally different. Okay, അപ്പോൾ സ്റ്റോക്കും സപ്ലൈയും തമ്മിലുള്ള ഡിഫറൻസ് മനസ്സിലായല്ലോ. ഇനി നമുക്ക് പറയാനുള്ളത് ഡിറ്റർമിനൻസ് ഓഫ് സപ്ലൈ ആണ്. ഓക്കെ, ഡിറ്റർമിനൻസ് ഓഫ് സപ്ലൈയിൽ പറയുന്നത് എന്താണ് വാട്ട് ആർ ദ ഫാക്ടേഴ്സ് ഫോർ ഇൻഫ്ലുവൻസിങ് ദ സപ്ലൈ ഏത് ഡിറ്റർമിനൻസ് ഓഫ് സപ്ലൈ എന്ന് പറയുന്നത്. ഓക്കെ, supply of a commodity depends upon the several factors. Okay, some of the important factors are we can discuss for each and every one. Okay, നമ്മുടെ സപ്ലൈക്ക് കുറേ ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഒരു ഫാക്ടറായിട്ട് ഫസ്റ്റ് ഫാക്ടറായിട്ട് പറഞ്ഞിട്ടുള്ളത് പ്രൈസ് ഓഫ് ദ കമ്മോഡിറ്റിയാണ്. ഓക്കെ, പ്രൈസ് ഈസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഡിറ്റർമിനൻസ് ഓഫ് ദി സപ്ലൈ ഓഫ് എ commodity. Okay, if the price of the commodity increases and its supply will also increases and vice versa. Okay, if the price of the commodity fall, if the supply will also fall. So there is a direct relationship between the supply and price. Okay, പ്രൈസ് ഓഫ് ദ കമ്മോഡിറ്റിൻ്റെ കേസിൽ പറഞ്ഞിട്ടുള്ളത് ഒരു വസ്തുവിൻ്റെ വില കൂടുകയാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും സപ്ലൈ കൂടും. എന്നാൽ ആ ഒരു പ്രൊഡക്റ്റിൻ്റെ വില കുറയാണ് മാർക്കറ്റിൽ ചെയ്യുന്നുണ്ടെങ്കിൽ കമ്പനീസ് അല്ലെങ്കിൽ ഫേംസ് ഇതിൻ്റെ പ്രൊഡക്ഷനിൽ കുറവ് വരുത്തും. ഓക്കെ, അതാണ് പ്രൈസും സപ്ലൈയും തമ്മിലുള്ള ഒരു റിലേഷൻഷിപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഓക്കെ, അതുകൊണ്ടാണ് എന്ത് പറയുന്നത് ദർ ഈസ് എ ഡയറക്റ്റ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദി സപ്ലൈ ആൻഡ് പ്രൈസ്. ഓക്കെ, ക്ലിയർ ആണോ പ്രൈസ് ഓഫ് ദ കമ്മോഡിറ്റി? ദെൻ നെക്സ്റ്റ് വി ക്യാൻ ഡിസ്കസ് ദ ഗോൾ ഓഫ് ദി ഫേം. ഓക്കെ, അടുത്തൊരു ഡിറ്റർമിനൻസ് ആണ് നമ്മളെ ഫേമിൻ്റെ ഗോള്. നമുക്കറിയാം ബിസിനസ് ഡിഫറെൻറ്റ് ഗോൾസ് ഉണ്ടാവും. ഓക്കെ, ഫോർ എക്സാമ്പിൾ ദ ഗോൾ മേ ബി പ്രോഫിറ്റ് മാക്സിമൈസേഷൻ ഓർ സെയിൽസ് മാക്സിമൈസേഷൻ ഓർ റിസ്ക് മിനിമൈസേഷൻ. ഓക്കെ, ഇങ്ങനെ ഡിഫറെൻറ്റ് ഗോൾസ് ഒരു ബിസിനസ്സിന് ഉണ്ടാകും. അത് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് നമ്മളെ സപ്ലൈനെ ബാധിക്കുന്നുണ്ടാണ് പറഞ്ഞത്. ഓക്കെ, ഫോർ എക്സാമ്പിൾ ഇഫ് ദ സപ്ലൈ എയിം അറ്റ് സെയിൽസ് മാക്സിമൈസേഷൻ, നമ്മളുടെ ബിസിനസ്സിൻ്റെ മെയിൻ എയിം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സെയിൽസ് മാക്സിമൈസേഷൻ ആണെന്നുണ്ടെങ്കിൽ ദേ വിൽ പ്രൊഡ്യൂസ് ആൻഡ് സപ്ലൈസ് മോർ. ഓക്കെ, അവർ എന്ത് ചെയ്യും സെയിൽസ് മാക്സിമൈസേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് കൂടുതൽ പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യും അവർ കൂടുതൽ സപ്ലൈ ചെയ്യും. ഓക്കെ, അപ്പം സെയിൽസ് മാക്സിമൈസേഷൻ ആണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും സപ്ലൈ കൂടും. എന്നാൽ റിസ്ക് മിനിമൈസേഷൻ എന്നുള്ള ഒബ്ജക്റ്റീവ് ആണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ആ ഒരു ഗോളാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും സപ്ലൈ കുറയ്ക്കും. ഓക്കെ, ക്ലിയർ ആണോ ഗോൾ ഓഫ് ദി ഫേം?
ഒന്നുകൂടി പറയാം. ഗോൾ ഓഫ് ദി ഫേമിൽ ഡിഫറെൻറ്റ് ഗോൾസ് പറയുന്നുണ്ട്. ഒന്നാമത്തെ ഗോൾസ് ഫോർ എക്സാമ്പിൾ പ്രോഫിറ്റ് മാക്സിമൈസേഷൻ, സെയിൽസ് മാക്സിമൈസേഷൻ ആൻഡ് റിസ്ക് മിനിമൈസേഷൻ, അങ്ങനെ ഡിഫറെൻറ്റ് ഗോൾസ് ഉണ്ട്. ഇപ്പോൾ ഫേമിൻ്റെ മെയിൻ ഒബ്ജക്റ്റീവ് മെയിൻ ഗോൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, സെയിൽസ് മാക്സിമൈസേഷൻ ആണെന്നുണ്ടെങ്കിൽ ആ ഫേം എന്ത് ചെയ്യും, മാക്സിമം പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യും, അപ്പം മാക്സിമം സപ്ലൈ നടക്കും. ഓക്കെ. എന്നാൽ റിസ്ക് മിനിമൈസേഷൻ ആണെന്നുണ്ടെങ്കിൽ ആ ഫേം എന്ത് ചെയ്യും, റിസ്ക് കുറയ്ക്കാൻ വേണ്ടിയിട്ട് കുറച്ച് പ്രൊഡക്റ്റ് മാത്രമേ പ്രൊഡ്യൂസ് ചെയ്യുള്ളൂ, അപ്പോൾ സപ്ലൈ ലെസ് ആയിരിക്കും. ഓക്കെ, ക്ലിയർ ആണോ? ദെൻ നെക്സ്റ്റ് ഡിറ്റർമിനൻ്റ് ആയിട്ട് പറഞ്ഞിട്ടുള്ളത് ഇൻപുട്ട് പ്രൈസ് ആണ്, അല്ലെങ്കിൽ നമുക്ക് കോസ്റ്റ് ഓഫ് ദി പ്രൊഡക്ഷൻ എന്ന് പറയാം. Okay, if the price of the input and other factors used for production such as raw material, labor, machine, etc. Okay, R will be high, the cost of the production will be high. So the higher cost of production at the given price reduces the profit margin and will be persuade the producer to produce supply less. എന്ന് വെച്ചിട്ടുണ്ട് ഇൻപുട്ട് പ്രൈസ് എന്ന് പറയും, അതുപോലെ തന്നെ ആ ഫാക്ടറിനെ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ എന്ന് പറയും. നമ്മുടെ ഫേമിൽ ആ ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കി എടുക്കാനുള്ള ഡിഫറെൻറ്റ് കോസ്റ്റ് വരുന്നുണ്ട്. ചിലപ്പോൾ റോ മെറ്റീരിയലിൻ്റെ കോസ്റ്റ് ആയിരിക്കും, ലേബർ കോസ്റ്റ് ആയിരിക്കും, മെറ്റീരിയൽ കോസ്റ്റ് ആയിരിക്കും, അങ്ങനെ ഡിഫറെൻറ്റ് കോസ്റ്റ് ആ ഫേമിന് ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഈ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ, അതിനെ നമ്മൾ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ എന്ന് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, മാൻ മെറ്റീരിയൽ മണി എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ ആയിട്ട് വരുന്നത്. അപ്പോൾ അതിൻ്റെ ഐറ്റം കൂടുകയാണെന്നുണ്ടെങ്കിൽ, റേറ്റ് കൂടുകയാണെന്നുണ്ടെങ്കിൽ, കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ ഇൻക്രീസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും, നമ്മുടെ സപ്ലൈയുടെ അളവ് കുറയും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, സപ്ലൈ ലെസ് ആയിരിക്കും എന്നാണ് അതിൽ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, ഇനി അടുത്തൊരു ഡിറ്റർമിനൻ്റ് ആയിട്ട് പറഞ്ഞിട്ടുള്ളത് പ്രൈസ് ഓഫ് റിലേറ്റഡ് കമ്മോഡിറ്റീസ് ആണ്. ഓക്കെ, പ്രൈസ് ഓഫ് റിലേറ്റഡ് കമ്മോഡിറ്റീസിൽ പറയുന്നത് സപ്ലൈ ഓഫ് എ കമ്മോഡിറ്റി ഡിപ്പെൻഡ്സ് അപ്പോൺ ദ പ്രൈസ് ഓഫ് ഇറ്റ്സ് റിലേറ്റഡ് ഗുഡ്സ്. ഒരു വസ്തുവിൻ്റെ സപ്ലൈ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത് എന്തിനാണ്, റിലേറ്റഡ് ഗുഡ്സിൻ്റെ സപ്ലൈയുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നതാണ് പറഞ്ഞിട്ടുള്ളത്. Okay, especially substitute goods. Okay, if the price of substitute goods goes up, the producers will increase the supply of the commodity so as to get the higher profit. ഓക്കെ, സബ്സ്റ്റിറ്റ്യൂട്ട് പ്രൊഡക്റ്റിൻ്റെ ഐറ്റത്തിൻ്റെ വില കൂടുകയാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും, പ്രൊഡ്യൂസേഴ്സ് ഹൈ സപ്ലൈ ചെയ്യും, സപ്ലൈ അവിടെ ഇൻക്രീസ് ചെയ്യുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, ദെൻ എന്താണ് അവർക്ക് പ്രോഫിറ്റ് മാക്സിമം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. സിമിലർലി ഇഫ് ദ പ്രൈസ് ഓഫ് ദ സബ്സ്റ്റിറ്റ്യൂട്ട് ഗുഡ്സ് ഫാൾസ്, ദ പ്രൊഡ്യൂസർ വിൽ ഇൻക്രീസ് ദ സപ്ലൈ ഓഫ് ദി കമ്മോഡിറ്റി. ഓക്കെ, അപ്പോൾ നമ്മൾ പ്രൈസ് ഓഫ് ദ റിലേറ്റഡ് ഗുഡ്സും എന്ത് ചെയ്യുന്നുണ്ട്, നമ്മളുടെ സപ്ലൈയെ ബാധിക്കുന്നുണ്ട് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, ദാറ്റ് ഈസ് സപ്ലൈ ഓഫ് എ കമ്മോഡിറ്റി ഡിപ്പെൻഡ്സ് അപ്പോൺ ദ പ്രൈസ് of its related goods and especially substitute goods. Okay, if the price of substitute goods goes up, the producers will increase the supply of the commodity and so as to get their higher profit. Okay, similarly if the price of the substitute goods falls and the producers will increase the supply of the commodity. Okay, then next point is the techniques of production. ദാറ്റ് ഈസ് ദ ടെക്നോളജി ഡിസൈഡഡ് ദ സപ്ലൈ ഓഫ് ദ കമ്മോഡിറ്റി. ഓക്കെ, ഇവിടുത്തെ ഒരു ഫാക്ടറായിട്ട് അടുത്ത ഫാക്ടർ ടെക്നോളജിയാണ്. ആ ഫേമിൻ്റെ ടെക്നോളജി ആ സപ്ലൈക്കുമായിട്ട് ബന്ധപ്പെട്ടിരിക്കും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, സോ ദ ടെക്നോളജി മീൻസ് എന്താ ടെക്നോളജി പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഈസ് എ ടു വേ ഓഫ് കമ്മോഡിറ്റി ക്യാൻ ബി പ്രൊഡ്യൂസ്. ആ പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ ഉപയോഗിക്കുന്ന മെത്തേഡ്സിനാണ് ടെക്നിക്സ് നമ്മൾ പറയുന്നത് ടെക്നോളജി എന്ന് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അതാണ് നമ്മൾ ടെക്നിക്സ് ഓഫ് പ്രൊഡക്ഷൻ ആയിട്ട് പറഞ്ഞിട്ടുള്ളത്. Okay, so the technology means to the way of commodity can be produced. Okay, it is an improved in technology reduces the cost of production. Okay, as a result it becomes more profitable to produce the commodity. ഓക്കെ, ടെക്നോളജിയുമായിട്ട് ബന്ധപ്പെട്ടിരിക്കും നമ്മുടെ പ്രൊഡക്ഷൻ അല്ലെങ്കിൽ നമ്മളുടെ ഒരു പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നതെന്നാണ് പറഞ്ഞിട്ടുള്ളത്. നല്ലൊരു ടെക്നോളജി ആണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും, കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ അവിടെ ലെസ് ആയിരിക്കും ഉണ്ടാവുക. അപ്പം ടെക്നോളജിക്ക് അനുസരിച്ച് എന്തായിരിക്കും ബന്ധപ്പെട്ടിരിക്കും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, ദെൻ ആസ് എ റിസൾട്ട് ബിക്കം മോർ പ്രോഫിറ്റബിൾ ടു പ്രൊഡ്യൂസ് ദി കമ്മോഡിറ്റി എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, ആൻഡ് ദാറ്റ് ഹെൽപ്പ് ഫോർ ഇൻക്രീസിങ് ദി സപ്ലൈ. ഓൺ അതർ ഹാൻഡ് ഇഫ് ദ ടെക്നോളജി ബിക്കം ഒബ്സല്യൂട്ട് ആയിട്ടുള്ള ടെക്നോളജി ആണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ടെക്നോളജി നേർക്കില്ല എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും, നമ്മുടെ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ ഇൻക്രീസ് ചെയ്യുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, ദെൻ നമുക്കറിയാം ഒരു ഫേമിൽ നല്ല ടെക്നോളജി എല്ലാം ഉപയോഗിക്കുന്നതെന്നുണ്ടെങ്കിൽ എന്തായിരിക്കും, അവിടുത്തെ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ ഹൈ ആയിരിക്കും. ഓക്കെ, സോ
then the producer will reduce the production of the commodity. As a result of supply of commodity decreases. ടെക്നോളജി കുറവാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും, അവരുടെ സപ്ലൈയും കുറവായിരിക്കും. ഹൈ ടെക്നോളജി നമുക്കറിയാം, മെഷീൻസൊക്കെ ഉപയോഗിച്ചിട്ടുള്ള ഫേംസാണ് ഉള്ളതെന്നുണ്ടെങ്കിൽ അവർക്ക് സാധനങ്ങൾ കൂടുതൽ സപ്ലൈ ചെയ്യാൻ സാധിക്കും അല്ലേ. അതാണ് നമ്മുടെ ടെക്നോളജിയുമായി ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട് സപ്ലൈ എന്ന് പറയാൻ കാരണം. ഓക്കെ, ഇനി അടുത്തതാണ് നേച്ചർ ഓഫ് ദി മാർക്കറ്റ്. ഓക്കെ, നേച്ചർ ഓഫ് ദി മാർക്കറ്റിൽ പറയുന്നത് എന്താണ്? ഇഫ് എ മോണോപോളിസ്റ്റ് ഫേം വിൽ ലൈക്ക് എ റെസ്ട്രിക്റ്റ് സപ്ലൈ ആസ് ടു റൈസ് ദ മാർക്കറ്റ് പ്രൈസ് ആൻഡ് ആസ് എ റിസൾട്ട് സപ്ലൈ ഡിക്രീസസ്. ബട്ട് ദ കോമ്പറ്റീറ്റീവ് മാർക്കറ്റ് ദർ വിൽ ബി no tendency to restrict the output because each firm want to sell more to earn more profit. ഓക്കെ, നേച്ചർ ഓഫ് ദി മാർക്കറ്റിൻ്റെ കേസിൽ പറഞ്ഞിട്ടുള്ളത് എന്താണ്? മോണോപോളി ഫേം ആണെന്നുണ്ടെങ്കിൽ അവർക്ക് എന്ത് ചെയ്യണം? മാക്സിമം പ്രോഫിറ്റ് ഉണ്ടാക്കണം. ഓക്കെ, നമുക്ക് ഇനി എന്ത് ചെയ്യേണ്ടി പ്രൈസ് ഇൻക്രീസ് ചെയ്യിപ്പിക്കേണ്ടി വരും. അപ്പോൾ അവരെന്ത് ചെയ്യണം? റെസ്ട്രിക്ഷൻ കൊടുക്കണം. പ്രൈസ് കൂട്ടാൻ വേണ്ടിയിട്ട് അവരുടെ സപ്ലൈയിൽ എന്ത് ചെയ്യുക? അവർ റെസ്ട്രിക്ഷൻ വെക്കും. ഓക്കെ, എന്നാൽ കോമ്പറ്റീറ്റീവ് മാർക്കറ്റ് ആണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും? അവിടെ റെസ്ട്രിക്ഷൻസ് ഉണ്ടാവില്ല. കാരണം അവർക്ക് മാക്സിമം സപ്ലൈ ചെയ്ത് മാക്സിമം സെയിൽസ് ഉണ്ടായാൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? അവർക്ക് കൂടുതൽ പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റുള്ളൂ. ഓക്കെ, ക്ലിയർ ആണല്ലോ? അതാണ് നേച്ചർ ഓഫ് ദി മാർക്കറ്റിൻ്റെ കേസിൽ പറയുന്നത്. ക്ലിയർ ആണോ? ദെൻ അടുത്തൊരു ഡിറ്റർമിനൻ്റാണ് ഏത്? പോളിസി ഓഫ് ദ ടാക്സേഷൻ ആൻഡ് സബ്സിഡീസ്, അഥവാ ഗവൺമെൻറ് പോളിസി നമ്മളുടെ സപ്ലൈനെ ബാധിക്കുന്നുണ്ട് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഈ കേസിൽ പറയുന്നത് എന്താണ്? ഗവൺമെൻറ് പോളിസി ഓൾസോ എഫക്ട് ദ സപ്ലൈ ഓഫ് എ കമ്മോഡിറ്റി. ഇഫ് ദ ഗവൺമെൻറ് ഇമ്പോസസ് ഹെവി ടാക്സസ് ഓൺ ദ പ്രൊഡക്ഷൻ ഓഫ് എ കമ്മോഡിറ്റി, ഇറ്റ് സപ്ലൈ വിൽ ബി ഡിക്രീസസ്. Okay, this is because of the producers will reduce the production of a commodity due to the high cost. On other hand, if the government announces tax concession on the production of a commodity, that its supply will be increases. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഗവൺമെൻറ് പോളിസി നമ്മുടെ സപ്ലൈനെ ബാധിക്കുന്നുണ്ട് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇപ്പോൾ ഗവൺമെൻറ് എന്താണ് കൂടുതൽ ടാക്സ് റേറ്റ് ഒക്കെ കൂട്ടുകയാണ്. അപ്പോൾ കൂടുതൽ ടാക്സ് റേറ്റ് കൂട്ടുമ്പോൾ എന്ത് ചെയ്യും? നമ്മുടെ പ്രൊഡക്ഷൻ കോസ്റ്റ്, നമ്മൾ ആ ഒരു വസ്തു ഉണ്ടാക്കാനുള്ള കോസ്റ്റ് എന്ത് ചെയ്യും? ഇൻക്രീസ് ചെയ്യും. ഓക്കെ, അങ്ങനത്തെ കേസ് ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ സപ്ലൈ എന്ത് ചെയ്യും? ലെസ് ആയിരിക്കും. ഓക്കെ, അല്ലെങ്കിൽ നമുക്ക് ഗവൺമെൻറ് എന്ത് കൺസെഷൻസ് കൊടുക്കുകയാണ്, പ്രൊഡ്യൂസേഴ്സിന് കൺസെഷൻ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ, ടാക്സ് കൺസെഷനൊക്കെ ഉണ്ട്. ഓക്കെ, അങ്ങനെ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളെ പ്രൊഡക്ഷൻ എന്ത് ചെയ്യും? ഇൻക്രീസ് ചെയ്യും. അപ്പോൾ നമ്മളെ സപ്ലൈ ഇൻക്രീസ് ചെയ്യുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതാണ് പോളിസി, ടാക്സേഷൻ ആൻഡ് സബ്സിഡീസിൻ്റെ കേസിൽ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, ഇനി അടുത്ത കേസായിട്ട് പറഞ്ഞത് എക്സ്പെക്റ്റേഷൻ അബൌട്ട് ദി ഫ്യൂച്ചർ പ്രൈസ് ആണ്. ഓക്കെ, പ്രൈസ് എക്സ്പെക്റ്റേഷൻ്റെ കേസിൽ പറയുന്നത് എന്താണ്? ദ പ്രൊഡ്യൂസേഴ്സ് or sellers' expectation about the future price of the goods may be affect their supply. That means when they expect is higher price for a commodity in the future, okay, and they would tend to postpone its sales, and hence supply decreases. Similarly, they expect that price of the commodity will fall in the future and they would tend to increase their supply. ഓക്കെ, പ്രൈസ് എക്സ്പെക്റ്റേഷനിൽ പറഞ്ഞിട്ടുള്ളത് ഫ്യൂച്ചറിൽ എന്ത് ചെയ്യാണ്? ഒരു പ്രൊഡക്റ്റിൻ്റെ വില കൂടുകയാണെന്ന് അറിയുകയാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും? അവർ പ്രാവശ്യം ഉണ്ടാക്കുന്നതിൻ്റെ സപ്ലൈ ഡിക്രീസ് ചെയ്യിപ്പിക്കും. ഓക്കെ, അങ്ങനെ ഒരു എക്സ്പെക്റ്റേഷൻ അവർക്ക് ഉണ്ടാകുകയാണെന്നുണ്ടെങ്കിൽ ഫ്യൂച്ചറിൽ ഇപ്പോൾ ഒരു സാധനത്തിന് മാർക്കറ്റിൽ വില കൂടാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ എന്ത് ചെയ്യും? അപ്പോൾ ആ ടൈമിൽ നമുക്ക് കൂടുതൽ സപ്ലൈ നടത്താം എന്നുള്ള വിചാരം മനസ്സിലുണ്ടാവും. അപ്പോൾ എന്ത് ചെയ്യും? ഇപ്പോഴത്തെ സപ്ലൈ കുറയ്ക്കും. ഓക്കെ, എന്നാൽ മാർക്കറ്റിൽ പ്രൊഡ്യൂസേഴ്സ് കരുതാണ് സപ്ലൈ അല്ലെങ്കിൽ പ്രൈസ് ആ പ്രൊഡക്റ്റിൻ്റെ കുറയും. അപ്പോൾ എന്ത് ചെയ്യും? മാക്സിമം വില കുറയുന്നൊരു എക്സ്പെക്റ്റേഷൻ ഉണ്ടാകുമ്പോൾ എന്ത് ചെയ്യും? കൂടുതൽ പ്രൊഡക്ഷൻ അല്ലെങ്കിൽ നടത്തും, കൂടുതൽ സപ്ലൈയും നടത്തുന്നതാണ് ആ ഫാക്ടർ പറയുന്നത്. അതാണ് എക്സ്പെക്റ്റേഷൻ അബൌട്ട് ദ ഫ്യൂച്ചർ പ്രൈസിൽ പറയുന്നത്. ഇനി അടുത്തതാണ് നാച്ചുറൽ ഫാക്ടേഴ്സാണ്. നാച്ചുറൽ ഫാക്ടേഴ്സിൻ്റെ കേസിൽ പറഞ്ഞത് സപ്ലൈ ഓഫ് അഗ്രികൾച്ചർ ഗുഡ്സ് to a large extent depends upon the natural factors such as rain, climate, fertility of the land, irrigation facilities, etc. If these factors are favorable, supply will increases. On other hand, or contrary, that is floods, earthquake, drought, etc., it is adversely affect the agricultural production. As a result, the supply will decreases. ഓക്കെ, നാച്ചുറൽ ഫാക്ടേഴ്സ് നമ്മുടെ സപ്ലൈയെ ബാധിക്കുന്നുണ്ട് എന്നാണ് പറയുന്നത്. അതെങ്ങനെയാണ്? നല്ല ക്ലൈമറ്റ്, നല്ലൊരു കണ്ടീഷൻ ആണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും? സപ്ലൈ കൂടും. ഓക്കെ, നാച്ചുറൽ നല്ല കണ്ടീഷൻ ആണെന്നുണ്ടെങ്കിൽ സപ്ലൈ കൂടും. അഥവാ നാച്ചുറൽ കലാമിറ്റീസ് ഒക്കെ വരികയാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും? ആ പ്രൊഡക്റ്റിൻ്റെ സപ്ലൈ കുറയും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇത് മെയിനായിട്ട് നമ്മളെ അഗ്രികൾച്ചർ പ്രൊഡക്ഷനെയാണ് ബാധിക്കുന്നത്. അതാണ് നാച്ചുറൽ ഫാക്ടർ. അതൊരു ഡിറ്റർമിനൻസ് ഓഫ് സപ്ലൈ ആയിട്ട്
എടുക്കുന്നുണ്ട്. ഓക്കെ, അടുത്ത ഒരു ഫാക്ടറാണ് ഏത്? എഗ്രിമെൻറ്റ് എമംഗ് ദി പ്രൊഡ്യൂസേഴ്സ്. ഇവിടെ പറയുന്നത് എന്താണ്? സംടൈംസ് ദർ ഇസ് എൻ എഗ്രിമെൻറ്റ് എമംഗ് ദി പ്രൊഡ്യൂസേഴ്സ് ഓഫ് ദ കമ്മോഡിറ്റി ഇൻ റെസ്പെക്ട് ഓഫ് ദ ക്വാണ്ടിറ്റി ഓഫ് പ്രൊഡക്ഷൻ ആൻഡ് സപ്ലൈ. ഓക്കെ, സച്ച് എഗ്രിമെൻറ്റ് ഈസ് മെയ്ഡ് വിത്ത് എ മോട്ടീവ് ടു എർണിംഗ് maximum profit through the control on production and supply. In such a case, the supply of commodity will decreases. ഓക്കെ, ഇവിടെ പറയുന്നത് അഗ്രിമെൻറ്റ് എമംഗ് ദി പ്രൊഡ്യൂസേഴ്സിൻ്റെ കേസിൽ പറയുന്നത് നമ്മുടെ കമ്പനീസ് അല്ലെങ്കിൽ പ്രൊഡ്യൂസേഴ്സ് തമ്മിൽ മ്യൂച്വൽ അഗ്രിമെൻറ്റ് വെക്കും. നമുക്ക് എന്ത് ചെയ്യാം? പ്രോഫിറ്റ് മാക്സിമൈസേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് അവർ മ്യൂച്വൽ അഗ്രിമെൻറ്റ് വെക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യും? ഇപ്പോൾ നമുക്ക് കുറച്ച് മാർക്കറ്റിൽ എന്ത് ചെയ്യാം? സപ്ലൈ കുറച്ച് വെക്കാം, പിന്നീട് അത് സപ്ലൈ കൂട്ടാം. അപ്പം നമുക്ക് പ്രൈസ് ഇൻക്രീസ് ചെയ്യിക്കണം എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും? നമുക്കിപ്പം കുറച്ച് സപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. എന്നാൽ അവിടുത്തെ നിന്ന് കൂടുതൽ ഡിമാൻഡ് ഉണ്ടാവുള്ളൂ. അപ്പോൾ ഡിമാൻഡ് കൂടുന്നതിനനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യും? പ്രൈസ് കൂട്ടും. അപ്പോൾ പ്രോഫിറ്റ് മോട്ടീവ് കരുതിയിട്ട് അവിടെ എന്ത് ചെയ്യും? അവിടുത്തെ പ്രൊഡ്യൂസേഴ്സ് തമ്മിൽ ഒരു മ്യൂച്വൽ എഗ്രിമെൻറ്റ് വരുത്തും. ഓക്കെ, ആ മ്യൂച്വൽ എഗ്രിമെൻറ്റ് നമ്മൾ എന്തിനെ ബാധിക്കും? നമ്മുടെ സപ്ലൈയെ ബാധിക്കുന്നതാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, ഇനി അടുത്തതാണ് അവൈലബിലിറ്റി ഓഫ് ട്രാൻസ്പോർട്ട് ആൻഡ് കമ്മ്യൂണിക്കേഷൻ ഫെസിലിറ്റീസ്. ദാറ്റ് മീൻസ് ഓഫ് ട്രാൻസ്പോർട്ടേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ. ഓക്കെ, ദാറ്റ് മീൻസ് ഓഫ് ട്രാൻസ്പോർട്ടേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻസ് ആർ വെൽ ഡെവലപ്ഡ് ഇൻ എ കൺട്രി. Supply of commodity can be easily controlled. Okay, when there is a excess supply of commodity in an area, that is shifted to other areas. നല്ല എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇംപ്രൂവ്മെൻറ്റ് ഇൻ ട്രാൻസ്പോർട്ട് ആൻഡ് കമ്മ്യൂണിക്കേഷൻ ഫെസിലിറ്റി വിൽ എക്സ്പാൻഡ് ദ സൈസ് ഓഫ് ദ മാർക്കറ്റ് ആൻഡ് ദാറ്റ് വിൽ ബി മോട്ടിവേറ്റ് ദ പ്രൊഡ്യൂസേഴ്സ് ടു പ്രൊഡ്യൂസ് ആൻഡ് സപ്ലൈസ് മോർ. ഓക്കെ, അവിടെ പറഞ്ഞിട്ടുള്ളത് നല്ല ട്രാൻസ്പോർട്ടേഷനും കമ്മ്യൂണിക്കേഷൻ ഫെസിലിറ്റീസ് നമ്മുടെ സപ്ലൈയെ ബാധിക്കുന്നുണ്ട് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അവിടെ പറയുന്നത് എന്താണ്? നമുക്ക് എവിടെയെങ്കിലും ഒരു ഏരിയയിൽ എക്സസ് ആയിട്ട് സപ്ലൈ ഉണ്ടെന്നുണ്ടെങ്കിൽ, നല്ല ട്രാൻസ്പോർട്ടേഷൻ ഫെസിലിറ്റീസ് ഉണ്ടെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും? അത് അവിടെ നിന്ന് മാറ്റിക്കാണ്ട് ആവശ്യമുള്ളിടത്തേക്ക്, നല്ല ഡിമാൻഡുള്ളിടത്തേക്ക് എന്ത് ചെയ്യും? ആ പ്രൊഡക്റ്റ് സപ്ലൈ ചെയ്യാൻ സാധിക്കും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, സോ നമ്മളെ ഫാക്ടേഴ്സ് ഓഫ് അല്ലെങ്കിൽ ഫാക്ടേഴ്സ് എഫക്റ്റിംഗ് അല്ലെങ്കിൽ ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസിങ് സപ്ലൈ കഴിഞ്ഞു. ഡിറ്റർമിനൻസ് സപ്ലൈ എന്നും അറിയപ്പെടും. അതുപോലെ തന്നെ ഇപ്പോൾ ഈ പറഞ്ഞ ഫാക്ടേഴ്സ് ഉണ്ടല്ലോ, ആ ഫാക്ടേഴ്സിനെ മൊത്തമായിട്ട് വേറൊരു പേരിലും അറിയപ്പെടും. എന്താണ്? ദീസ് ഫാക്ടേഴ്സ് ഈസ് ഓൾസോ നോൺ ആസ് ലിമിറ്റേഷൻ ഓഫ് സപ്ലൈ. ഓക്കെ, അപ്പോൾ നിങ്ങളൊരു ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ്, വാട്ട് ആർ ദ ലിമിറ്റേഷൻസ് ഓഫ് സപ്ലൈ? അപ്പോൾ എന്താ നമ്മൾ പറയുക? ആ ഡിറ്റർമിനൻസ് ഓഫ് സപ്ലൈ തന്നെയാണ് ഇത് ലിമിറ്റേഷൻ ഓഫ് സപ്ലൈ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും. ഓക്കെ, ഡിറ്റർമിനേഷനോ അല്ലെങ്കിൽ ഡിറ്റർമിനൻസ് അല്ലെങ്കിൽ ഫാക്ടേഴ്സ് ഓർ ഇൻഫ്ലുവൻസിങ് സപ്ലൈ എന്ന് ഏതിനെ പറയും? നമ്മുടെ ലിമിറ്റേഷൻ ഓഫ് സപ്ലൈ എന്നും പറയും. അപ്പം കൺഫ്യൂഷൻസ് ഉണ്ടാവരുത്. ഓക്കെ, ദ നെക്സ്റ്റ് വൺ ഈസ് ലോ ഓഫ് സപ്ലൈ ആണ്. ഓക്കെ, ലോ ഓഫ് സപ്ലൈയിൽ പറയുന്നത് എന്താണ്? ലോ ഓഫ് സപ്ലൈന് വേറൊരു പേരിലും അറിയപ്പെടും. സെക്കൻഡ് ലോ ഓഫ് ഡിമാൻഡ് എന്നാണ് അറിയപ്പെടുന്നത്. എന്താണ്? ലോ ഓഫ് സപ്ലൈ ഈസ് ഓൾസോ നോൺ ആസ് സെക്കൻഡ് ലോ ഓഫ് അല്ലെങ്കിൽ സെക്കൻഡ് ലോ എന്നോ അല്ലെങ്കിൽ സെക്കൻഡ് ലോ ഓഫ് മാർക്കറ്റ്. ഓക്കെ, സോ ഈ ഹയർ പ്രൈസ് എൻകറേജസ് സപ്ലൈസ് to produce and sell more of the goods. Accordingly, the law of supply states that a higher price higher quantity will be supplied and lower price lesser quantity will be supplied. ഓക്കെ, ഇവിടെ പറയുന്നത് ഹയർ പ്രൈസ് ആവുന്ന കേസിൽ ഹയർ ക്വാണ്ടിറ്റി സപ്ലൈ ചെയ്യും. ലോ പ്രൈസ് ആവുന്ന കേസിൽ എന്ത് ചെയ്യും? ലോ സപ്ലൈ ആയിരിക്കും ഉണ്ടാകുക. ഓക്കെ, ക്ലിയർ ആണോ? അതാണ് ഇത് ലോ ഓഫ് സപ്ലൈ എന്ന് പറഞ്ഞിട്ടുള്ളത്. Okay, other things are remain constant. More is offered for sales at a higher price than lower price. Okay, so there is a this law establishes a direct relationship between price and supply. ഇവിടെ പറയുന്നത് പ്രൈസും സപ്ലൈയും തമ്മിൽ നല്ലൊരു ഡയറക്റ്റ് റിലേഷൻഷിപ്പ് ഉണ്ടെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഈ ഡെഫിനിഷൻസ് എന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. എന്താണ്? ഹയർ ദ പ്രൈസ് ഹയർ വിൽ ബി ക്വാണ്ടിറ്റി സപ്ലൈഡ് ആൻഡ് ലോവർ ദ പ്രൈസ് ലോവർ ക്വാണ്ടിറ്റി വിൽ ബി സപ്ലൈഡ്. ഓക്കെ, അതർ തിങ്സ് റിമൈനിങ് കോൺസ്റ്റൻ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ അതർ തിങ്സ് ഏതൊക്കെയാണ്? മീൻസ് ഡിറ്റർമിൻസ് അതർ ഓൺ പ്രൈസ് സച്ച് ആസ് ടെക്നോളജി, ഗോൾസ് ഓഫ് ദ ഫേം, ഗവൺമെൻറ് പോളിസി, അതൊക്കെയാണ് സെയിം ആയിട്ടുള്ളത്. എന്തിൽ മാത്രം വ്യത്യാസമുള്ളൂ? നമ്മുടെ പ്രൈസിൽ മാത്രം വ്യത്യാസമുള്ളൂ എന്നാണ് ലോ ഓഫ് സപ്ലൈയിൽ പറഞ്ഞത്. ഓക്കെ, കുറച്ച് അസംഷൻസ് ഉണ്ട് ലോ ഓഫ് സപ്ലൈക്ക്. ഫസ്റ്റ് അസംഷൻസ് ആയിട്ട് പറഞ്ഞത് ദർ ഇസ് നോ ചേഞ്ച് ഇൻ ദ ഇൻകം ഓഫ് ദ ബയേഴ്സ് ആൻഡ് സെല്ലേഴ്സ്. ബയേഴ്സിൻ്റെയോ സെല്ലേഴ്സിൻ്റെയോ ഇൻകത്തിൽ എന്തില്ല? മാറ്റമില്ല എന്നാണ് പറഞ്ഞിട്ടുള്ളത്. കോൺസ്റ്റൻ്റ് ആണെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതുപോലെ തന്നെ എന്താണ്? ദർ ഇസ് നോ ചേഞ്ച് ഇൻ ദി ലെവൽ ഓഫ് ടെക്നോളജി. ഓക്കെ, അതുപോലെ തന്നെ ദർ ഇസ് നോ ചേഞ്ച് ഇൻ ദ പ്രൈസ് ഓഫ് റിലേറ്റഡ് ഗുഡ്സ്. ആൻഡ് ദ നെക്സ്റ്റ് വൺ ഈസ് ദ പ്രൈസ് ഓഫ് ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ റിമെയിൻസ് ആർ അൺചേഞ്ച്ഡ്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചേഞ്ചസ് ഇല്ല, കോൺസ്റ്റൻ്റ് ആണ്. ആൻഡ് പ്രൊഡക്ഷൻ ഈസ് സബ്ജക്റ്റ് ടു ലോ ഓഫ് കോൺസ്റ്റൻറ്റ് റിട്ടേൺസ് ആൻഡ് സപ്ലൈ ഓഫ് ഫാക്ടേഴ്സ് ഓഫ് ദ പ്രൊഡക്ഷൻ ഈസ് ഇലാസ്റ്റിക്. ഓക്കെ, പ്രൈസ് അല്ലാത്ത എല്ലാ ഫാക്ടേഴ്സും അവിടെ എന്താണ്? കോൺസ്റ്റൻ്റ് ആണെന്നാണ് പറയുന്നത്. ഓക്കെ.